AI വരുന്നു, എല്ലാവരുടെയും ജോലി നഷ്ടപ്പെടാൻ പോവാണ്. ഇങ്ങനെ ഒരു ധാരണ പലർക്കും ഉണ്ട്. അങ്ങനെയാണോ? ദി ആൻസർ ഇസ് നോ. AI ഉപയോഗിക്കാൻ പഠിച്ചാൽ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. AI യുഗത്തിൽ എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് 5 ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. 2022 ഓപ്പൺ AI ChatGPT കൊണ്ടുവന്നു. ChatGPT വന്നതോടെ മറ്റുള്ള പല കമ്പനീസ് ഇത്തരത്തിലുള്ള AI അസിസ്റ്റൻസ് കൊണ്ടുവന്നു. ലൈക്ക് ക്ലോഡ്, ജെമിനി, ഡീപ്സീക്ക്, ഗ്രോക്ക്. ഈ ഓരോ അസിസ്റ്റൻസും ലേറ്റസ്റ്റ് വേർഷൻസ് വളരെ ഫാസ്റ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഓരോന്നിനും ഓരോ കേപ്പബിലിറ്റീസും ഉണ്ട്. സോ AI ഇസ് ദാറ്റ് ഫാസ്റ്റ്. ഈ കാലഘട്ടത്തിൽ AI ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ AI അല്ല നമ്മളെ റീപ്ലേസ് ചെയ്യുക, ബട്ട് എ പേഴ്സൺ വിത്ത് AI നോളജ് വിൽ റീപ്ലേസ് യു. സോ എങ്ങനെ AI എറയിൽ സക്സീഡ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ടിപ്പാണ് ബി അഡാപ്റ്റബിൾ. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ ദെൻ തീർന്നു. ഒരു എക്സാമ്പിൾ പറയാം. നോക്കിയ, കൊഡാക്ക് പോലെയുള്ള കമ്പനീസ് ഒക്കെ ഇൻഡസ്ട്രിയിൽ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിരുന്നു. ബട്ട് മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുന്നതും ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെന്റ്സും ഇവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതോടെ ഈ കമ്പനീസ് തകർന്നു. സോ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ചേഞ്ചസ് വരുമ്പോൾ നമ്മളും അതോടൊപ്പം മാറണം. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്റ്റൈല്, സ്കിൽസ് എല്ലാം AIയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാറി വരികയാണ്. സോ യുവർ മൈൻഡ് സെറ്റ് ഷുഡ് ബി ലൈഫ് ലോങ് ജേർണി ഇസ് എ ന്യൂ ജോബ് സെക്യൂരിറ്റി. ബ്ലോഗ്സ് വായിക്കുക, ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുക, മൈക്രോ കോഴ്സസ് എടുക്കുക ആൻഡ് സ്റ്റേ അപ്ഡേറ്റഡ്. സെക്കൻഡ് ടിപ്പാണ് ഗോ ഇന്റർ ഡിസിപ്ലിനറി. അതായത് നമ്മുടെ ഏരിയയിൽ AI കൊണ്ടുവരാം. AI എന്ന് പറയുന്നത് കോഡേഴ്സിനും ഡേറ്റാ സയന്റിസ്റ്റിനും മാത്രമുള്ളതല്ല, മറ്റുള്ള പ്രൊഫഷൻസിലും AI കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, IBM വാട്സൺ ഹെൽത്ത് എന്ന ടൂള് ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഒന്നാണ്. പേഷ്യൻസിന്റെ റെക്കോർഡ്സും ലാബ് റിസൾട്ട്സും മെഡിക്കൽ ലിറ്ററേച്ചറും ഒക്കെ അനലൈസ് ചെയ്ത് ഡയഗ്നോസിസും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും സജസ്റ്റ് ചെയ്യാൻ ഡോക്ടറെ സഹായിക്കുന്ന ഒന്നാണ് ഈ ടൂൾ. ലൈക്ക് ടേക്കിംഗ് എ സെക്കൻഡ് ഒപ്പീനിയൻ. സോ സെക്കൻഡ് ഒപ്പീനിയൻ ഇവിടെ ഫാസ്റ്റർ ആയിരിക്കും. പിന്നെ റേഡിയോളജിസ്റ്റിന് വേണ്ടി AI ഡോക്. ഇതുപോലെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ലോയേഴ്സിന് വേണ്ടി കേസ് ടെക്സ്റ്റ്, ടീച്ചേഴ്സിന് വേണ്ടി ഗ്രേഡ് സ്കോപ്പ്, അങ്ങനെ നിരവധി ടൂളുകൾ ഓരോ മേഖലയിലും ഇന്ന് ഉപയോഗിച്ച് വരുന്നു. സോ നമ്മുടെ ഡൊമൈൻസിൽ AI യൂസ് ചെയ്യുക. AI ഡസൻ റീപ്ലേസ് പീപ്പിൾ, ഇറ്റ് റീപ്ലേസസ് പീപ്പിൾ ഹൂ ഡോണ്ട് യൂസ് AI. അടുത്തതാണ് ഹ്യൂമൻസിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യങ്ങളിൽ മാസ്റ്റർ ചെയ്യുക എന്നുള്ളത്. AI എഴുതും, വരയ്ക്കും, സംസാരിക്കും. പക്ഷേ ഒരു ടീമിനെ ലീഡ് ചെയ്യാനോ, ഒരു മനുഷ്യനോട് സഹാനുഭൂതിയോടെ അപ്രോച്ച് ചെയ്യാനോ, ഒരു ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാനോ AIക്ക് കഴിയുമോ? ഇതൊക്കെയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, ക്രിട്ടിക്കൽ തിങ്കിങ്. സോ ഈ സ്കിൽസ് നന്നായി പോളിഷ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് വൺ ഇസ് ബിൽഡിംഗ് എ പേഴ്സണൽ ബ്രാൻഡ്. AI എറയിൽ ഒരു ഡിഗ്രി മാത്രം പോരാ. യു നീഡ് വിസിബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി. നിങ്ങളുടെ ലേണിംഗ് ജേണി ലിങ്ക്ഡ്ഇനിൽ ഷെയർ ചെയ്യുക, ഒരു സിമ്പിൾ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രോജക്ട്സും തോട്ട്സും ഒക്കെ ഡോക്യുമെൻറ്റ് ചെയ്യുക. പീപ്പിൾ ഡോണ്ട് ഹയർ റെസ്യൂമേസ് എനിമോർ, ദേ ഹയർ വിസിബിലിറ്റി. നെക്സ്റ്റ് ടിപ്പാണ് സ്റ്റേ ക്യൂരിയസ് ലൈക്ക് എ ചൈൽഡ്. AI ടെക്നോളജിയിൽ ചേഞ്ചസ് ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡ്സും നടക്കുന്നുണ്ട്. ഇതെല്ലാം ട്രൈ ഔട്ട് ചെയ്യുക. പ്ലേ വിത്ത് ടൂൾസ് ലൈക്ക് ChatGPT, Notion AI, Runway ML, Google Gemini, etc. ഒരു ക്യൂരിയോസിറ്റി മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ലേണിംഗ് ബിക്കംസ് ഫൺ. സോ AI എറ എന്നത് ഒരു ചലഞ്ചാണ്, ബട്ട് ഇറ്റ്സ് ഓൾസോ ദ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഓഫ് അവർ ലൈഫ് ടൈം. ബി ദ പേഴ്സൺ ഹു ഇവോൾവ്സ്, എക്സ്പ്ലോർസ് ആൻഡ് എക്സൽസ്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങൾക്കറിയാവുന്ന AI ടൂൾസ് ഏതെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.